മൊഞ്ചത്തിമാരെയാണ് കണ്ടെങ്കിൽ മൊഞ്ചന്മാർ റെഡിയാണ്. പക്ഷെ മൊഞ്ചന്മാരെ കാണുന്നതിന് മുമ്പുണ്ടല്ലോ നിങ്ങൾ സെറ്റ് ആയിക്കോ. ഏത് സ്കൂളിൽ മക്കളെ? എവിടെയാ? കൊണ്ടോട്ടി മലപ്പുറം. ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കഴിഞ്ഞ രണ്ടാമത്തെ നമ്മളെ മലപ്പുറം ടീം എത്തും. ഇവരിലേക്ക് നമുക്ക് എത്താം. റെഡി? ഇത് വേണ്ട, ബൈക്ക് ഒരു ബൈക്ക് മതി. ഓക്കെ, ബാക്കിയുള്ളവർ പ്ലേ ചെയ്യുന്നു. ശരിയാ, സോറി എന്റെ മിസ്റ്റേക്ക് കേട്ടോ. ശരി തുടങ്ങിക്കോ. പുതിപ്പേരത്തുള്ള പലഹാര ചുരുതികൾ പാടെ നിറച്ചിടുന്നിതവൊന്ന പലതരം അലുവകൾ പാത്രം നിറച്ചിട കട്ടനു കട്ടിൽ ചുട്ടൊരു പത്തല് മുട്ട പുഴുങ്ങിയതും വേറെ, കായ വറുത്തതും കക്ക വരട്ടും ചുട്ട പിലാഫിലയും വേറെ, പഴമക്കാർ കൊതിക്കുന്ന കറിക്കൊപ്പം തവരയും കഴിച്ചോരേ, ആളും ബഹളവും നിറയുന്ന തക്കാരത്തിൽ ആകെ ബഹുരസം നിറച്ചോരേ, നിറച്ച പുതുമുറ്റത്തൊരുക്കുന്ന പല ചെല്ലം നടുക്കായി തളിർവറ്റിലയും വേറെ, മറക്കാതെടുക്കുന്ന ചരുവത്തിലടക്കെ മുറുകാൻ പുകയില തവച്ചേരെ, കൂട്ടുകുടുംബവും ഒത്തു തുറക്കാൻ നാട്ടു നടപ്പായി വന്നോരെ, പാട്ടുവിശേഷവും ഒത്തുമുറുക്കാൻ കൊത്തുവരുന്നവരുണ്ടേറെ, ഒരുങ്ങുമ്പോൾ പലവട്ട സൂയിപ്പറിഞ്ഞാലും രസിച്ചോരെ, എടക്കായി ഒരു കട്ടൻ കൂട്ടിക്കുവാൻ ചിരി മൊത്തം കിട്ടും. അടിപൊളി, നന്നായിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണെങ്കിലും ഇവന്റെ കയ്യിലാണ് അവസാനം വരെ ഒരേ ഒരു എനർജി. ഇവന്റെ പേരെന്താ മോനെ? നിഹാൽ. ഉറക്കെ പറഞ്ഞേ. മുഹമ്മദ് നിഹാൽ. മുഹമ്മദ് നിഹാൽ. മലപ്പുറത്തിന്റെ പവർ ഇതാണോ? എല്ലാരും ഇങ്ങനെ വലിയ സംസാരിക്കൂ. ഇത്രയും നേരം കേട്ടില്ലേ പവർ അല്ലേ? ഉറക്കെ പറഞ്ഞു കൊടുക്കും. അബ്ദുൾ റസാഖ്, ഇത്രയാണോ നിങ്ങൾക്ക് പവർ? അങ്ങനെ നമ്മളെ മലപ്പുറത്തെ വെല്ലുവിളിച്ചാൽ നമ്മള് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. ഫുൾ പവറിൽ പറഞ്ഞു കൊടുക്ക്. എങ്ങനെ മലപ്പുറത്തിന്റെ ഒരു വൈബ് എങ്ങനെയാ? അടിപൊളിയാണ്. ഒന്ന് ഉറക്കം പറഞ്ഞ എല്ലാരും. അടിപൊളിയാണ്. ഇവിടെ വന്നിട്ട് ആരും ഇങ്ങനെ മെല്ലെ പോകാൻ പാടില്ല. നമ്മളിങ്ങനെ അല്ലേ ചിൽച്ചില്ലായി അല്ലേ? റിസൾട്ട് വന്നോ? വന്നിട്ടില്ല. എ ഗ്രേഡ് കിട്ടുമോ? അതെന്ത് ചോദിക്കാനല്ലേ, പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമൊന്നും. കഴിഞ്ഞോടെ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് വരുന്നേ. ആദ്യ കലോത്സവം അല്ലെ? തൃശ്ശൂർ എങ്ങനെയുണ്ട്? മലപ്പുറത്തേക്ക് എ ഗ്രേഡ് ആയിട്ട് പോയാൽ മതി കേട്ടോ. എല്ലാവർക്കും കൂടി കേട്ടോ, ഒരാൾക്ക് എല്ലാവർക്കും കൂടിയാ. ഓൾ ദി ബെസ്റ്റ്. എ ഗ്രേഡ് ഉണ്ടാവും പ്രതീക്ഷിക്കാം അല്ലെ? ശരി, അപ്പം മലപ്പുറത്ത് നിന്നുള്ള അടിപൊളി തരുണീ മണികൾക്ക് എന്തായിരിക്കും പുരുഷന്മാരാകുമ്പോ പറയാ? അതിനുള്ള വാക്കുകൾ ഞാൻ അടുത്ത ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കണ്ടുപോയി നോക്കണം അല്ലേ? ശരി, എന്തായാലും സുന്ദരന്മാരാണ്, അവരാണ് സംസാരിച്ചത്. കുട്ടികളൊക്കെ ക്ഷീണിച്ച് വെയിലുണ്ടായിരിക്കും, ഒരു പക്ഷെ ക്ഷീണുണ്ട് കുട്ടികൾക്കൊക്കെ. എന്നാലും എനർജിക്ക് ഒരു കുറവില്ല. സ്റ്റേജിലൊക്കെ ഞാൻ പോയി നമ്മൾ സ്റ്റേജിലൊക്കെ പോയി കണ്ടു പറഞ്ഞ അതേ എനർജി തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് പോയിട്ട് തന്നെ അറിയണ്ടേ? ശ്യാമുണ്ട്. ശ്യാമ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അതാണ് ഇനി ഓരോ ദിവസം നമുക്ക് അറിയേണ്ടത്. എങ്ങനെയാണ് പോയിന്റ് ചെയ്യല? അതായത് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം അതിൻ്റെ 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പോയിന്റ് നിലയിൽ മുന്നിലുള്ളത് കോഴിക്കോട് തന്നെയാണ്. 339 പോയിന്റുമായിട്ട് കോഴിക്കോട് മുന്നിൽ. തൊട്ട് അതേ പോയിന്റോടുകൂടി കണ്ണൂരുമുണ്ട്. അതായത് കോഴിക്കോടും കണ്ണൂരും 1ാം സ്ഥാനം ഇപ്പോൾ നിലനിർത്തുന്നതാണ്. നിലവിൽ 2ാം സ്ഥാനത്ത് എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അതായത് ആദ്യ ജില്ല 2ാം സ്ഥാനത്ത് 337 പോയിന്റ്. 2 പോയിന്റിന്റെ കുറവ് മാത്രമേ തൃശ്ശൂരിനുമുള്ളൂ. എന്നാൽ 3ാം സ്ഥാനത്ത് തിരുവനന്തപുരവും കൊല്ലവും 323 പോയിന്റായിട്ട് തൊട്ട് പിന്നിലുണ്ട്. 4ാം സ്ഥാനത്ത് പാലക്കാടും നിലനിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണിക്കുന്ന എന്ന് പറയുന്ന വേദി 11ആണ്. ഈ വേദിയിലേക്ക് നോക്കിയാൽ കാണാം നിറഞ്ഞ് കവിഞ്ഞ ഒരു വേദി. ഒരുപക്ഷെ ഈ കലോത്സവ നഗരിയിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്രയും വലിയ നിറഞ്ഞ് കവിഞ്ഞ ഒരു വേദി കാണുന്നത്. ഈ വേദിയിൽ ഇപ്പോൾ നടക്കുന്നത് നാടകമാണ്. ആ നാടകം എന്ന് പറയുന്നത് തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ രക്തത്തിൽ അലിഞ്ചേർന്ന ഒന്നുകൂടിയാണ് നാടകം. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയിരിക്കുന്ന പ്രായമുള്ള ആളുകളുണ്ട്, കുട്ടികളുണ്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് പേർ ഇവിടെയുണ്ട്. ഈ നാടകത്തിന് നേരത്തെ തന്നെ കാലേ കൂട്ടി സീറ്റ് പിടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഈ നിറഞ്ഞ ഒരു സദസ്സിൽ ിക്കുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ? നമുക്ക് ആ നാടകത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ കാണാം ഭയങ്കര രസകരമായ രീതിയിലുള്ള രംഗപടങ്ങൾ ഉൾപ്പെടെ ആ നാടകത്തിൽ ഉണ്ട് എന്നാണ്. ഒരു അല്പനേരം വേണമെങ്കിൽ ആ നാടകം ഒന്ന് നമുക്ക് കാണുകയും ചെയ്യാം. ശരി